കാരണം എനിക്ക് തോന്നുന്നു അവർ ആ പീസുകൾ വീണ്ടും ഒന്ന് ഇളക്കി മാറ്റി അല്ലേ? ഈ ഒരു തിക്കും തിരക്കിൻ്റെ ഇടയിൽ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെ അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ചെറിയ ഒരു വ്യത്യാസം വന്നാൽ പോലും, ഒരു ഇഞ്ചിൻ്റെ ഒരു വ്യത്യാസം വന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു നൂലിൻ്റെ വ്യത്യാസം വന്നാൽ പോലും ചിലപ്പോൾ അത് സ്ഥാപിക്കാൻ സാധിക്കില്ല. അതൊരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അതാണ് ഇപ്പോൾ അനുവിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ, ആ ശില്പികളായിട്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഇടതു ഭാഗത്തെ ദ്വാരപാലക ശില്പത്തിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ മറുഭാഗത്തെയും വലതുഭാഗത്തെയും ശില്പത്തിൽ ഏതാണ്ട് പകുതിയോളം ഭാഗങ്ങൾ, അതായത് ഇനി ആടയാഭരണങ്ങൾ വരുന്ന ഭാഗമാണ് സ്ഥാപിക്കേണ്ടത്. ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പലതവണ അത് സ്ഥാപിക്കുക, പിന്നീട് ഇളക്കുകയൊക്കെ തന്നെ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ തിക്കും തിരക്കുമുള്ള സ്ഥലമാണ്. മാത്രമല്ല ഈ നെയ്യഭിഷേകമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ വേഗത്തിലാണ് നെയ്യഭിഷേകത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ള അവരുടെ നെയ്യഭിഷേകവുമായിട്ടുള്ള പാത്രങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതും. അത് ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ സമീപത്തുകൂടിയാണ് ഇവിടുത്തെ ജീവനക്കാർ പുറത്തേക്ക് കൊടുക്കുന്നതും. അത് ചിലപ്പോൾ ഈ ശില്പത്തിൽ തട്ടിയോ മറ്റോ ഇളകിപ്പോകാനുള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി ഉറപ്പിക്കേണ്ടതുണ്ട്. ഈ ദ്വാരപാലക ശില്പത്തിൽ ഇത്തരത്തിലുള്ള സ്വർണ്ണ ഊശിയ പാളികൾ അത് സ്ഥാപിച്ച ശേഷം സ്ക്രൂ ഉപയോഗിച്ച് പല ഭാഗങ്ങളിലായി അത് ബലപ്പെടുത്തുകയാണ്. അതിനുശേഷമാണ് ഈ പരിപാടികൾ, പ്രക്രിയകൾ പൂർത്തിയാവുക. ആ ജോലികൾ കൃത്യമായി ചെയ്യാൻ അറിയാവുന്ന അത്തരത്തിൽ അനുവിൻ്റെ നേതൃത്വത്തിലുള്ള ാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അനന്തിൻ്റെ നേതൃത്വത്തിലുള്ള അത്തരത്തിലുള്ള ഒരു സംഘത്തെ ഇതിനായി നിയോഗിച്ചതും. വലിയ ഒരു ഭക്തിയ സാന്ദ്രമായിട്ടുള്ള മഴയുണ്ട്. വലിയ മഴയെന്ന് വെച്ചാൽ ചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ തുടർച്ചയായി നിൽക്കുന്നുണ്ട്. 4 മണി തൊട്ട് ചാറ്റൽ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ആ മഴയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ ഭക്തരുടെ ഭക്തി ഒരു സൈഡിൽ കൂടി, ഭക്തിപരസ്പരമായ ഒരു സൈഡിൽ കൂടെ ഭക്തരിങ്ങനെ കടന്നു പോകുന്നു. മറുവശത്ത് അയ്യപ്പൻ്റെ ശ്രീ ശബരീശനാഥൻ്റെ മുന്നിൽ, ആ ദ്വാരപാലക ശില്പങ്ങൾക്ക് മുന്നിൽ ഈ സ്വർണ്ണ പൂശിയ പാളികൾ സ്ഥാപിക്കുന്ന നടപടികൾ മുന്നോട്ട് പോവുകയാണ്. കൂടി ഈ പാളികൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവസാന അതായത് മുഖമടക്കമുള്ള, കിരീടമടക്കമുള്ള ആടയാഭരണങ്ങൾ അണിഞ്ഞ ഒരു ഭാഗവും കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇനി ആ ഒരു പാളി കൂടി, ആ സ്വർണ്ണം പൂശിയ ഒരു പാളി കൂടി സ്ഥാപിച്ചാൽ ഇവിടുത്തെ പ്രക്രിയകൾ പൂർത്തിയാകും. അതോടുകൂടി അനുവിൽ അർപ്പിതമായിട്ടുള്ള ആ കാര്യങ്ങൾ പൂർത്തീകരിക്കും. അതിനുശേഷമായിരിക്കും ശുദ്ധിക്രിയകൾ അടക്കമുള്ള കാര്യങ്ങൾ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ നടത്തുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. കിരീടവും അതുപോലെ തന്നെ നെഞ്ച അടക്കമുള്ള ഭാഗങ്ങൾ വരുന്ന, ആടയാഭരണങ്ങളുടെ ഭാഗങ്ങൾ വരുന്ന, കൈകളടക്കം വരുന്ന ആ സ്വർണ്ണ പൂശിയ പാളികൾ സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. ഏതാണ്ട് ഇനിയിപ്പോൾ പരമാവധി ഒരു 5-10 മിനിറ്റ് കൊണ്ട് ആ ജോലികൾ പൂർത്തീകരിക്കാനായേക്കാം എന്നാണ് നമുക്ക് അനുമാനിക്കപ്പെടുന്നത്. കാര്യം നേരത്തെ അവർ ചെയ്ത ഒരു ജോലിയുടെ ഒരു ആ രീതി വെച്ച് ഞാൻ പറഞ്ഞാണ് 5-10 മിനിറ്റ് കൊണ്ട് ആ ജോലികൾ പൂർത്തീകരിച്ചേക്കാം എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത് ഭാഗത്തെ വിഗ്രഹത്തിലെ സ്വർണ്ണ പാളികൾ, അതായത് അടയാഭരണങ്ങൾ വരുന്ന ഭാഗവും കിരീടമടക്കം, അതായത് മുഖം ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ അടങ്ങിയ ദ്വാരപാലക ശില്പത്തിൻ്റെ ആ ഒരു പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറെ വിവാദങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെയും ഇന്നുമായി നടന്ന ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ്, അതിനുശേഷം പോലീസിലേക്കുള്ള കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ഒരു സംഭവവികാസങ്ങൾ താഴെ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും തന്നെ നടക്കുമ്പോൾ അതേ സമയത്ത് സന്നിധാനത്ത് അതിന് കാരണമായിട്ടുള്ള ഈ സ്വർണ്ണ പൂശിയ പാളികൾ ആ ദ്വാരപാലക ശില്പങ്ങളിൽ, ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുലാമാസ പൂജകൾക്കായി ശ്രീകോവിൽ നടന്ന ഈ ദിവസമാണ്, കന്നിമാസത്തിലെ അവസാന ദിവസം. ആ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. മഴയുണ്ടെങ്കിൽ പോലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് അയ്യപ്പന്മാർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട്
ദർശനം നടത്തി മടങ്ങുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഒരു വശത്തെ ഇടത് ഭാഗത്തെ, ഞാനിപ്പോൾ നിൽക്കുന്ന വശത്തെ ഇടത് ഭാഗത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ നിർമ്മാണം, അതായത് സ്ഥാപിക്കൽ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. ഇനി അത് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് ഒന്നുകൂടി ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. പക്ഷേ മറുഭാഗത്തെ ശില്പത്തിൻ്റെ ഒരു ഭാഗം വീണ്ടും അഴിച്ച് അത് വീണ്ടും സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലേക്കൊക്കെയാണ് അനുവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംഘവുമൊക്കെ തന്നെ പോകുന്നത്. വലിയ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടി പോകുമ്പോഴാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ, ശരണവിളികൾ അങ്ങ് എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ശരണം മന്ത്രങ്ങൾ മുഴങ്ങുന്ന വേളയിലാണ്, മുഴങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ, ആ അയ്യപ്പൻ്റെ കാവൽക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഭാഗത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ കാര്യങ്ങൾ സ്ഥാപിക്കുന്ന, അതായത് സ്വർണ്ണപ്പാളികൾ പതിപ്പിക്കുന്ന ചടങ്ങുകൾ ഏകദേശം, ആ ജോലികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി മറുഭാഗത്തെ ദ്വാരപാലക ശില്പത്തിലുള്ള ഒരു സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങ് കൂടിയാണ്. അതോടുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണപ്രഭയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന അയ്യപ്പൻ്റെ കാവൽക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ ഭക്തിയോടുകൂടിയുള്ള ഒക്കെ നോറ്റ് വ്രതമൊക്കെ എടുത്ത് ആണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സംഘങ്ങളുമൊക്കെ തന്നെ ഈ ജോലികൾക്കായി എത്തിയിരിക്കുന്നത്. ഇത് ഒരു ജോലിയേക്കാൾ ഇതൊരു നിയോഗമാണ് എന്ന് കഴിഞ്ഞ തവണ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ദിവിഷ്ണുകളും ഒക്കെ തന്നെ അനു പറയാറുണ്ടായിരുന്നല്ലോ. നമ്മുടെ കഴിഞ്ഞ മകരോളൊക്കെ തന്നെ ആ കാര്യം സംസാരിക്കാറുണ്ടായിരുന്നു. അതൊരു നിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. വലിയ ഭക്തിയോടുകൂടി തന്നെയുള്ള ഒരു പ്രവൃത്തി. ഇത് വളരെ ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വിവാദങ്ങൾക്ക് ഇവിടെ വലിയ കാര്യങ്ങളില്ല. വിവാദങ്ങളെല്ലാം പുറത്തു നടക്കുന്നു. ഈ ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളികളുടെ സ്വർണ്ണമടക്കം കവർന്നുകൊണ്ടുപോയ ആൾക്കാരിൽ ചിലർ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആൾക്കാർ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ ആണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇവിടെ സ്ഥാപിച്ച് അതിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു വശത്തെ നിർമ്മാണം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്ന പ്രക്രിയ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.